അല്ലെങ്കിൽ മുൻപത്തെ തവണ എന്താണ് അവസ്ഥ, ഇനി ഈ ജില്ലകളെ എങ്ങനെയൊക്കെ ബാധിക്കാം, അത്തരമൊരു വിഷയത്തിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടേക്ക് വരിക കേരളം വിളിച്ചാൽ കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ്, വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടേക്ക് വരിക കേരളം വിളിച്ചാൽ നമസ്കാരം. എന്നാലും കേരളം തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല. നമ്മുടെ മുന്നിലല്ല, പാർട്ടികളുടെ മുന്നിലാണ് സമയമില്ലാത്തത്. പാർട്ടികളെ സംബന്ധിച്ച് വളരെ ചുരുക്ക സമയം, 8 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരും. ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാർച്ച് 23-നാണ് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന ദിവസം എന്ന് ആലോചിക്കണം. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പ ദിവസം 26-ആണ് പിൻവലിക്കാനുള്ള അവസാന ദിവസം. പിൻവലിക്കുന്ന ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവിടെ എപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് 4 മണിയോടുകൂടി അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ തൊട്ടടുത്ത മിനിറ്റിൽ CPI ബിനോയ് വിശ്വം വന്ന് CPIയുടെ 25 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നു. അത് കേരളത്തിൻ്റെ, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ എവിടെയും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ സമ്മേളനം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത നിമിഷം ഏതെങ്കിലും ഒരു പാർട്ടി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് ഓർമ്മയിൽ തൽക്കാലം എന്തായാലും ഇല്ല. ഇനി മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ഉണ്ടാകാൻ യാതൊരു വഴിയും കാണുന്നില്ല. അങ്ങനെ ഈ സമീപകാലത്തൊന്നും എന്തായാലും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അത് CPI ആണ് അത്തരം ഒരു റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്ന ഫ്രെയിം നമ്മൾ തുടങ്ങുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ ഫ്രെയിമിലേക്കാണ് നേരെ കയറുന്നത്. ഇടയ്ക്ക് ഇടവേള കൊടുക്കാൻ പോലും സമയമില്ലാതെ ബിനോയ് വിശ്വം വരുന്നു. ബിനോയ് വിശ്വം 25 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. തൊട്ടു പിന്നാലെ തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്ന് CPMൻ്റെ സ്ഥാനാർത്ഥികൾ മഹാഭൂരിപക്ഷം പേര് 5 സീറ്റുകൾ ഒഴിയുള്ള മഹാഭൂരിപക്ഷം പേരെയും പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി 100-ലധികം സീറ്റുകളിൽ LDFന് സ്ഥാനാർത്ഥികളാവുന്നു. അവരെല്ലാം
എല്ലാവരും തന്നെ വൈകുന്നേരം തന്നെ മണ്ഡലം പര്യടനം ആരംഭിക്കുന്നു. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുന്നു. ഫുൾ സ്വിംഗ് ഇലക്ഷനിലേക്ക് ഇടതുമുന്നണി കടന്നു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴും മുന്നണി സീറ്റ് വിഭജനം തന്നെ പൂർത്തിയാക്കിയിട്ടില്ല. കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ അവർ 2 ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ആ പാർട്ടിയുടെ കാര്യമാണ്, ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് പ്രഖ്യാപിക്കുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ വിജയം നേടിയത് LDF തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. 2021 മന്ത്രിസഭയിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. 2021 മന്ത്രിസഭ വീണ്ടും പിണറായി അധികാരത്തിൽ വരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്ന് 2 തവണ മത്സരിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഒഴിവാക്കി പുതുമുഖങ്ങളെയാണ് അവതരിപ്പിച്ചത്. 2 തവണ കർശനമായ മാനദണ്ഡം നിൽക്കുന്നു. കർശന മാനദണ്ഡത്തിലൂടെ തോമസ് ഐസക്കിനെ പോലെ, G സുധാകരനെ പോലെ, AK ബാലനെ പോലെയൊക്കെയുള്ള വളരെ പ്രമുഖരായ അല്ലെങ്കിൽ കാര്യപ്രാപ്തി കൊണ്ടൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന മന്ത്രിമാരൊക്കെയാണ് പുറത്തു പോകുന്നത്. 2ാം തവണ അവസരം കിട്ടിയെങ്കിലും KK ശൈലജയ്ക്ക് ഒരിക്കൽ മന്ത്രിയായി എന്നതുകൊണ്ട് മന്ത്രിസഭയിലേക്കും KK ശൈലജ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഒരു തരത്തിൽ നമ്മൾ ആലോചിക്കണം, 2016 മന്ത്രിസഭയെ സംബന്ധിച്ച് പ്രതിച്ഛായയുടെ വിഷയത്തിൽ, അത് എന്തായാലും പ്രതിച്ഛായയുടെ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് KK ശൈലജയാണ്. KK ശൈലജയ്ക്ക് കോവിഡ് കാലത്തൊക്കെ ഉണ്ടായ ടീച്ചർ അമ്മ എന്ന തരത്തിലേക്കൊക്കെ ഒരു വലിയ ഒരു പ്രതിച്ഛായയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ വർത്തമാനം കൊണ്ടായാലും അവരുടെ ഭരണത്തിൻ്റെ മികവ് കൊണ്ടായാലും ഒക്കെ പലതര കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. ഒപ്പം PR അതിന് ഇല്ല എന്നൊന്നും പറയുന്നില്ല. നേരത്തെ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അതിലും എല്ലാം PR ഉണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. ഈ PR ഒക്കെ ഉള്ളപ്പോഴും ആ PR ഉണ്ടായാലും ജനം അത് വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ വിശ്വസിക്കത്തക്ക തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് അന്ന് കഴിഞ്ഞിരുന്നു. പക്ഷേ 2021 വരുമ്പോൾ അവർക്കും അവസരം ലഭിക്കുന്നില്ല. പുതുമുഖങ്ങളായ ആളുകളാണ് ഒരു നിര നേരെ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ആകെ മന്ത്രിസഭയിൽ പരിചയമുള്ള ആൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. പിന്നെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് അത്തരത്തിൽ പരിചയക്കാർ എന്ന് പറയുന്നത്. ബാക്കി CPM-ൻ്റെ നിര എന്ന് പറയുന്നത് എല്ലാവരും പുതുമുഖയാണ്. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാലായാലും, വ്യവസായ മന്ത്രി P രാജീവായാലും, മുഹമ്മദ് റിയാസ് ആയാലും, MP രാജേഷ് ആയാലും, MP രാജേഷ് പിന്നീടാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്, സ്പീക്കർ സ്ഥാനത്ത് നിന്നാണ് വരുന്നത്. അങ്ങനെ ഇവരുടെ എല്ലാവരും ഒരു പുതുമുഖങ്ങളുടെ ഒരു വലിയ നിര വരുന്നു. സ്വാഭാവികമായും 1ാം പിണറായി സർക്കാരും 2ാമത്തെ പിണറായി സർക്കാരും തമ്മിലുള്ള കമ്പാരിസൺ പല മേഖലകളിലും വരുന്നു. ആ കമ്പാരിസണൊക്കെ വരുമ്പോൾ പല ഘട്ടത്തിലും 1ാം പിണറായി സർക്കാരിനുണ്ടായിരുന്ന ഈ തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രതിസന്ധി അതിജീവിച്ച് അതിനെ സഹായിച്ചവർ എന്നുള്ള തരത്തിലേക്കുള്ള അങ്ങനെ ആ ഒരു വലിയ കടുത്ത പ്രതിസന്ധിയൊന്നും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. സർക്കാർ പല കാര്യങ്ങളൊക്കെ പോസിറ്റീവായ ജനങ്ങൾക്ക് അനുകൂലമായ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ, ഇടതുമുന്നണിയുടെ വാഗ്ദാനങ്ങൾ പലതും പാലിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും 1ാം പിണറായി സർക്കാരിൻ്റെ തരത്തിലേക്കുള്ള ഒരു പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ പലതരത്തിലും വീഴ്ചകൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല ഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭരണപരമായി പോരാ എന്നുള്ള ഒരു ആരോപണം സ്വാഭാവികമായും പല ഘട്ടത്തിലും നേരിടേണ്ടി വന്നത് യാഥാർത്ഥ്യം കൂടിയാണ്. അത്തരം യാഥാർത്ഥ്യങ്ങളൊന്നും ഇടതുമുന്നണിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിഷേധിച്ചതുകൊണ്ട് കാര്യമില്ല. ഭരണം ഏതെങ്കിലും തരത്തിൽ മോശമാകുന്നതുകൊണ്ട് മാത്രമല്ല, എപ്പോഴും ഒരു ഭരണത്തെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ വരുന്നതും മോശപ്പെട്ട കാര്യങ്ങൾ വരുന്നതും ഭരണത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമല്ല, ഈ മികവ് അവതരിപ്പിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ കാലത്തിലുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് വ്യക്തികൾക്കുമൊക്കെ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ KK ശൈലജയുടെ കാലത്ത് അന്ന് മറ്റൊരാളായിരുന്നു ആരോഗ്യമന്ത്രിയെങ്കിൽ ചിലപ്പോൾ ആ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലും ഒക്കെ ഭരണം നന്നായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു ഭരണത്തിനെക്കുറിച്ച് ജനത്തിന് നല്ല അഭിപ്രായം വരണമെന്നില്ല. എന്തായാലും ആ തരത്തിലേക്കുള്ള വ്യത്യസ്തമായ എതിർപ്പുകൾ ഈ സർക്കാരിനെതിരെയൊക്കെ ഉണ്ടാകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം നമുക്ക് അങ്ങനെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് പരിശോധിക്കാനാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പിലത്തെ ലോക്സഭാ കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അതിന് മുമ്പ് 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും 19-24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ സംബന്ധിച്ച് അത് വലിയ മേൽക്കൈയായിരുന്നു. അതിന് വ്യത്യസ്തമായ പല കാരണങ്ങൾ ഉണ്ട്. കാരണം കേരളത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി അല്ലെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ LDF-നോ UDF-നോ മാറിയൊക്കെ വോട്ട് ചെയ്യുന്ന മനുഷ്യരായിരിക്കും. പക്ഷേ കേരളത്തിലെ ആളുകൾ BJP ഭരണത്തിനെതിരെ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു സംഘപരിവാര അജണ്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗീയമായ മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു അജണ്ടയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കുറവ് എന്നുള്ളതും അതിനെ എതിർക്കുന്നവരുടെ എണ്ണം കൂടുതൽ നോക്കണം. അപ്പോൾ അവിടെ ആരാണ് കേന്ദ്രത്തിൽ BJP-യെ നേരിടാൻ ശക്തരാരാണ്? അത് ഒരിക്കലും CPM-നേക്കാൾ ശക്തരായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു പ്രാഥമികമായ മനുഷ്യരുടെ തോന്നലുകളും വിലയിരുത്തലുകളും ഒക്കെയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ആകമാനം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുള്ള പാർട്ടിയും ഇന്ത്യയിൽ 2ാമത്തെ പാർട്ടിയും ഇന്ത്യയിൽ BJP-യെ നേരിടാൻ കഴിയണമെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെടുക എന്നുള്ള ഒരു പൊതു ധാരണയും ഒക്കെയുണ്ട്. സ്വാഭാവികമായും അത്തരം ഒരു ധാരണയിൽ വലിയൊരു ഭാഗം ആളുകളൊക്കെ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. കേരളത്തിലെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇടതുമുന്നണി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പോൾ തിരുവനന്തപുരം എടുത്താലും കൊല്ലം എടുത്താലും
ആലപ്പുഴ എടുത്താലും ഒക്കെ ആലോചിക്കണം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ മാത്രമാണ് 2016 വിജയിക്കാനായത്. ബാക്കി ഈ മണ്ഡലങ്ങളൊക്കെ എടുത്താൽ ഇതെല്ലാം മഹാഭൂരിപക്ഷ മണ്ഡലങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയാണെന്ന് ആലോചിക്കണം. തിരുവനന്തപുരത്തെ കണക്ക് തന്നെ എടുത്താൽ 13-1 യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ LDF 13 സീറ്റ്, കോളം സീറ്റ് വിൻസെന്റ് മാത്രമാണ് വിജയിക്കാനായത് എന്ന് ആലോചിക്കണം. അതിനു മുമ്പായാലും 9-4 കൊല്ലം ജില്ലയിൽ എടുത്താൽ 9-2. കഴിഞ്ഞ തവണ കുണ്ടറയും കരുനാഗപ്പള്ളിയും മാത്രമാണ് UDF ജയിക്കാനായത്. അങ്ങനെയൊക്കെ വിജയിക്കുമ്പോഴാണ് അവിടെ UDF സ്ഥാനാർത്ഥികൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.